ഇന്നത്തെ വചനചിന്തയ്ക്കായി 91 സങ്കീർത്തനം അതിൻ്റെ 3 വചനത്തിൽ അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കിണയിൽ നിന്നും വിടുവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഒരു പക്ഷിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗമോ വേട്ടക്കാരൻ്റെ കിണയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ആ കിണയിൽ നിന്നും സ്വയമായി പുറത്തു വരുവാൻ കഴിയുകയില്ല. മറ്റൊരാളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമാണ് അതിന് പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വേട്ടക്കാരൻ എന്നത് പിശാചിനെയും അവൻ വെക്കുന്ന കെണി എന്നത് നമ്മുടെ ആത്മാവിനെ പാപത്തിൽ വീഴ്ത്തുവാനുള്ള അവൻ്റെ തന്ത്രങ്ങളെയും കുറിക്കുന്നതാണ്. കെണിയിൽപ്പെട്ട് കഴിഞ്ഞ ഏതൊരു ജീവിയാണെങ്കിലും അതിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കും തോറും ആ കെണി അതിനെ മുറുക്കിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ പിശാച് നമ്മെ ഒരു പാപത്തിൽ വീഴ്ത്തിക്കളഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കും തോറും അത് കൂടുതലായി നമ്മെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കും. ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് പുറത്തു വരണമെങ്കിൽ ദൈവം നമ്മെ വിടുവിച്ചാൽ മാത്രമാണ് നമുക്ക് പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. യെരമ്യാ പ്രവചൻ്റെ പുസ്തകം 18 അധ്യായം അതിൻ്റെ 22 വചനത്തിൽ എൻ്റെ കാലിന് കെണികൾ മറച്ചു വെച്ചിരിക്കുന്നുവല്ലോ എന്ന് പ്രവാചകൻ പറയുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയിലും നമ്മെ വീഴ്ത്തുവാനും നശിപ്പിക്കുവാനും പാപമെന്നോ രോഗമെന്നോ ദാരിദ്ര്യമെന്നോ ഇങ്ങനെ ധാരാളം കെണികൾ പിശാച് നമ്മുടെ മുന്നിൽ മറച്ചു വെച്ചിരിക്കുന്നു. ഇതിൽ നാം വീണുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും അത്യുന്നതനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഈ വചനം നമ്മളോട് വാഗ്ദത്തം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന കെണിയിൽ നിന്നും നാം സ്വന്തമായി പുറത്തു വരുവാൻ ശ്രമിക്കാതെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. അപ്പോൾ ദൈവം നമ്മെ വിടുവിച്ച് ഏറ്റവും അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.